വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ റഡാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ നാളെ ഒപ്പുവെക്കും. പഴശ്ശിരാജ കോളേജ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അധികൃതർ സംയുക്തമായി രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ആവശ്യം പരിഗണിച്ച് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ, ബത്തേരി ബിഷപ്പ് ജോസഫ് മാർ തോമസ് എന്നിവരുടെ പ്രത്യേക അനുമതിയോടെയാണ് പഴശ്ശിരാജ കോളേജിൽ റഡാർ സ്ഥാപിക്കുന്നത്. കോളേജിനു വേണ്ടി ബത്തേരി രൂപതയുടെ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കീപ്പള്ളി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനു വേണ്ടി തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നത്. റഡാർ സ്ഥാപിക്കുന്നതിനായി 30 വർഷത്തേക്ക് കോളേജ് സ്ഥലം സൗജന്യമായി നൽകിയിട്ടുണ്ടെന്ന് കോളേജ് സിഇഒ ഫാദർ ജോർജ് കാലായിൽ പറഞ്ഞു. വയനാടൻ ജനതയ്ക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ അവരുടെ സന്തത സഹചാരിയായി മാറുമ്പോൾ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഒരു എക്സ് ബാൻഡ് റഡാർ സംവിധാനം ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയിൽ സൗജന്യമായി സ്ഥലം ഇതിന് വിട്ടു നൽകുകയാണ്. പുതിയ റഡാർ വരുന്നതോടുകൂടി കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് IMD ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്ക് ഈ 2 റഡാറുകളുടെയും കവറേജ് വരുന്നില്ലാത്തതുകൊണ്ട് വടക്കൻ ജില്ലകളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് റഡാറിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഈ കുറവ് പരിഹരിക്കുന്നതിനായാണ് വയനാട്ടിൽ നമ്മളൊരു പുതിയ എക്സ്പാൻഡ് റഡാർ സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ റഡാർ വരുന്നതോടുകൂടി വയനാട് പോലെ വളരെ കാലാവസ്ഥാപരമായി വളരെ വൾനറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ പറ്റുമെന്നും മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ അതോറിറ്റിയുടെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും സഹകരണത്തോടെ പഴശ്ശിരാജ കോളേജിൽ ദുരന്ത ലഘൂകരണം സംബന്ധിച്ച ഒരു കോഴ്സും ആരംഭിക്കും. 100 കിലോമീറ്റർ വിസ്തൃതിയിൽ നിരീക്ഷണം നടത്താവുന്ന എക്സ്ബോർഡ് റഡാറാണ് പുൽപ്പള്ളിയിൽ സ്ഥാപിക്കുന്നത്. ബംഗളൂരു വെല്ലിയിൽ തയ്യാറായിട്ടുള്ള റഡാർ ഈ മാസം സ്ഥാപിക്കും. അടുത്ത മാസം മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകുമെന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം കോർഡിനേറ്റർ റാണിപിള്ള പറഞ്ഞു. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ സജ്ജരാക്കിയിട്ടുള്ള കുട്ടികളെ കൊണ്ട് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. റഡാറിന്റെ സഹായം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്കും ലഭ്യമാകും. ദൂരദർശൻ ന്യൂസ്, വയനാട്.